നമ്മള് കിഡ്സിനുള്ള ഒരു ഫ്രോക്കാണ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ എപ്പോഴും ചുരിദാർ, നൈറ്റി, ബ്ലൗസ് ഈ മൂന്നെണ്ണാണ് സ്ഥിരമായിട്ട് തയ്ക്കുന്നത് അല്ലെ. അപ്പോൾ ഇന്ന് നമുക്ക് വെറൈറ്റി ആയിട്ട് കിഡ്സിനുള്ള ഒരു എ ലൈൻ ടോപ്പ് ചെയ്തെടുക്കാം. ഇതാകുമ്പോൾ നമ്മൾക്ക് മറ്റുള്ളവ ചെയ്തതിനേലും അത്യാവശ്യം നല്ല രീതിക്ക് വരുമാനം ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും കേട്ടോ. എല്ലാവർക്കും അറിയാവുന്നതാണ് കിഡ്സിന്റെയൊക്കെ ഡ്രസ്സിന് നല്ല വിലയാണ് പുറത്തൊക്കെ റെഡിമെയ്ഡിനൊക്കെ. അപ്പൊ നമ്മൾ ഇതുപോലെ തയ്ച്ചു കൊടുത്തിട്ട് നമ്മൾ പുറത്തൊക്കെ വെക്കുവാണെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് കാശ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും കേട്ടോ. അതെ, ഫസ്റ്റ് ഞാനിവിടെ ലൈനിങ് പാർട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത്. ലൈനിങ് തുണിയിൽ ഞാൻ ഇവിടെ ഒരു 15 ഇഞ്ച് ഇവിടെ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ. ഈ ഒരു വീതിയാണ് നമ്മൾ ഒരു ഭാഗത്തേക്ക് കൊടുക്കാൻ പോകുന്നത്. ഇതിപ്പോ ഒരു 10 വയസ്സ് 11 വയസ്സൊക്കെയുള്ള പ്രായത്തിലുള്ള കുട്ടികളുടെ അളവിലാണ് കാണിക്കാൻ പോകുന്നത്. അതാ ഇവിടെ ഒന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കാം. ഇതേപോലത്തെ ഒരു കഷ്ണം കൂടെ കട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഇത് 2 കഷ്ണം ലൈനിങ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആദ്യമേ ലെങ്ത് നോക്കാം. ലെങ്ത് ഞാൻ ഇന്ന് 35 ഇഞ്ചാണ് ലെങ്ത് കൊടുക്കുന്നത് കേട്ടോ. ലൈനിങ് ആയതുകൊണ്ട് നമുക്കൊരു 2 ഇഞ്ച് കുറച്ച് മതി. ഇപ്പൊ ലെങ്ത് കറക്റ്റ് ആണ് 33 ഇഞ്ച്. ഇനി നമുക്ക് ഇതിൽ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്യാം. ഷോൾഡറിന്റെ അളവ് വരുന്നത് 5 ഇഞ്ചാണ് കേട്ടോ. അതിനെ കൂടെ ഞാനൊരു 3 ഇഞ്ചും കൂടെ കൂട്ടിയെടുക്കുന്നുണ്ട്. ഈ ഭാഗം സ്ലീവ് ആണ് കേട്ടോ. അപ്പോൾ 5 ഇഞ്ച് ഷോൾഡറിന്റെ വീതി, 5 ഇഞ്ച് ആം ഹോള് നേരെ ഇങ്ങനെ വരച്ചു കൊടുത്തു. സെന്റർ വരച്ചു. ഇനി നമുക്ക് ഇതില് ചെസ്റ്റ് ആണ് വരച്ച് കൊടുക്കേണ്ടത്. ചെസ്റ്റ് അളവ് 7 ഇഞ്ചാണ്. 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുമ്പോൾ 9 ഇഞ്ച്. നേരെ ഈ 2 ഭാഗവും തമ്മിൽ ഇങ്ങനെ ഒന്ന് വരക്കാം. പക്ഷെ നമുക്കിതിന് ആം ഹോളിന്റെ കട്ടിങ്ങിന്റെ ആവശ്യമില്ല. നേരെ നമ്മൾ ഈ സ്ലീവ് ആണ് നേരെ ചെസ്റ്റിലേക്ക് വരച്ച് പോവേണ്ട കേട്ടോ. ഇനി ഷേപ്പ് ലെങ്ത് കൊടുക്കുക. ഷേപ്പ് ലെങ്ത് 11 ഇഞ്ച്. ഷേപ്പ് വിട്ട് വരുന്നത് 6 ഇഞ്ച്. 2 ഇഞ്ച് തയ്യൽ തുമ്പ് ചേർക്കുമ്പോൾ 8 ഇഞ്ച്. നേരെ ഈ പോയിന്റ് ഇങ്ങനെ ഒന്ന് വരക്കാം. ഇതിന്റെ അറ്റം ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കട്ട് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് വേണം ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് പോവാൻ വേണ്ടിയിട്ട്. ഈ ഭാഗത്ത് നിന്ന് നമുക്ക് കട്ട് ചെയ്യണം. അപ്പൊ ഇവിടെ നമുക്ക് കുറച്ചൊന്ന് തയ്യൽ തുമ്പും കൂടെ കൊടുക്കാം. അതായത് ഇവിടെ ഒന്ന് മടക്കി തയ്ക്കേണ്ട ഭാഗമാണ്. ഇവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ വേണം കട്ട് ചെയ്ത് പോവാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിൽ നെക്കൊന്ന് മാർക്ക് ചെയ്യാം കേട്ടോ. നെക്ക് വീതി 2.5 ഇഞ്ചാണ്. ബാക്ക് നെക്ക് 3, ഫ്രണ്ട് നെക്ക് 3.5 ഇഞ്ച്. ഇതിൽ നമുക്കൊന്ന് നെക്കൊന്ന് കട്ട് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ബാക്ക് നെക്ക് ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ ബാക്ക് നെക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഫ്രണ്ട് നെക്ക് കട്ട് ചെയ്യാം. കട്ട് ചെയ്യുമ്പോൾ ബാക്ക് നെക്ക് ഒരുമിച്ച് ഇങ്ങനെ വെച്ച് കട്ട് ചെയ്യാം. ഫ്രണ്ട് നെക്ക് ചെയ്യുമ്പോൾ ഈ കഷ്ണം അങ്ങോട്ട് മാറ്റുക. എന്നിട്ട് വേണം ഫ്രണ്ട് നെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഫ്രണ്ട് നെക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല ഫാബ്രിക്കിലൊന്ന് ഇതേ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് വെച്ചിട്ട് ഞാനിപ്പോൾ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ലൈനിങ്ങിനേലും താഴത്തേക്ക് ഒരു 4 ഇഞ്ചോളം ലെങ്ത് കൂട്ടിയെടുക്കണം. കാരണം ലൈനിങ് എപ്പോഴും കുറച്ചായിരിക്കണം എടുക്കണം കേട്ടോ. അതുകൂടാതെ ഈ അറ്റം വരുമ്പോൾ ഇങ്ങനെ ഒന്ന് കർവും കൂടെ ചെയ്യാം. ഇല്ലെങ്കിൽ ഈ സൈഡ് ഭാഗം തൂങ്ങിക്കിടക്കും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് റെഡി ആയിട്ടുണ്ട്. സെയിം ഇതേ അളവിൽ തന്നെ എനിക്കൊരു ബാക്ക് പാർട്ടും കൂടെ ഒന്ന് കട്ട് ചെയ്യണം. നമുക്ക് ഇതൊന്ന് തയ്ക്കാം കേട്ടോ. ഫസ്റ്റ് ലൈനിങ് പാർട്ട് ഇട്ട് കൊടുക്കാം. അതിന്റെ മീതെ നമുക്ക് നല്ല തുണി, അപ്പൊ ഞാൻ ഇവിടെ റയോണിന്റെ തുണിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതിങ്ങനെ ഒന്ന് വെച്ചു കൊടുക്കാം. ഈ ഒരു ഡ്രസ്സ് നമ്മൾ ചെയ്യുമ്പോണ്ടല്ലോ, ഒന്നാമത്തെ കാര്യം ഒരു വെസ്റ്റേൺ ലുക്ക് ആയിരിക്കും. പിന്നെ സ്ലീവ് ഒന്നും നമുക്ക് രണ്ടാമത് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കുക. അതായത് നല്ല വശവും തമ്മിൽ വെച്ചിട്ട് നമുക്ക് ഫസ്റ്റ് ഈ നെക്കിന്റെ ഭാഗം ഒന്ന് തയ്ച്ച് എടുക്കാം. തയ്ച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെയൊന്ന് കട്ട് ചെയ്ത് മാറ്റുക കേട്ടോ. എന്നിട്ട് ഒരു 2 ഇഞ്ച് ഗ്യാപ്പിൽ വെച്ചിട്ട് ചെറിയ കട്ടിങ് കൊടുത്തിട്ട് പതിച്ചടിച്ചിട്ട് നല്ല വശം ഒന്ന് കൊടുക്കുക. നെക്കിന്റെ നല്ല ഭാഗമാണ് ഇങ്ങനെ അങ്ങോട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി സെയിം ഇതേപോലെ തന്നെ ബാക്ക് നെക്ക് ചെയ്യുക. പതിച്ചടിച്ച് വരെ ഒന്ന് നിർത്തുക. ഫ്രണ്ട് നെക്കും ചെയ്ത് കഴിഞ്ഞു. ബാക്ക് നെക്കും ഞാൻ ഇതുപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന്റെ ഷോൾഡർ ഒന്ന് കൂട്ടിയെടുക്കാം. ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ടാണ് ഷോൾഡർ വിത്ത് സ്ലീവ് ആണ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇത്രയും വീതി. നമുക്ക് ഈ ലൈനിങ് പാർട്ട് ഫ്രണ്ടിലേക്ക് വെച്ചിട്ട് ഈ 2 ഭാഗവും ഒന്ന് കൂട്ടിയെടുക്കണം. ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും ഒന്ന് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് ഇത് കിട്ടുന്നത് കേട്ടോ. ഇനി ഈ ഒരു ഭാഗമാണ് തയ്ക്കാൻ പോകുന്നത്. അതായത് ലൈനിങ് പാർട്ടും ഈ ഒരു ഭാഗവും കൂടി. ഇത് സ്ലീവ് ആണ് ഈ കാണുന്നത്. ഇപ്പൊ ഇങ്ങനെ ഒന്ന് മടക്കുക. ജസ്റ്റ് ഒരു ഫോൾഡിങ്. അത് കഴിയുമ്പോൾ ഒരു ഫോൾഡിങ് കൂടെ ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗം കൂടെ ഒന്ന് തയ്ക്കാം. ഫ്രോക്ക് നമ്മൾ ഇതുവരെ ഇങ്ങനെ തയ്ച്ചു തന്നിട്ടുണ്ട്. ഇനി ഈ സ്ലീവോട് കൂടിയ ഈ ഒരു ഭാഗത്തു കൂടെ വേണം തയ്ക്കാൻ വേണ്ടിയിട്ട്. ലൈനിങ് പാർട്ട് കൊടുത്തിരിക്കുന്ന കൊണ്ടിട്ട് നമുക്ക്
മെയിൻ ക്ലോത്തും ലൈനിങ്ങും തമ്മിൽ ഒന്ന് സെപ്പറേറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു 14 ഇഞ്ച് വരെ ഇവിടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇവിടെ നിന്ന് തയ്ച്ച് ഇവിടെ കൊണ്ടുവന്ന് കെട്ടിട്ട് നിർത്തും. എന്നിട്ടാണ് ലൈനിങ് വേറെ നമ്മുടെ നല്ല തുണി വേറെ ആയിട്ട് ചെയ്യാൻ പോകും കേട്ടോ. അങ്ങനെ ചെയ്തിരാന്നുണ്ടെങ്കിൽ ലൈനിങ് കറക്റ്റ് ആയിട്ട് ആ വിരിവൊന്നും കിട്ടില്ല. അപ്പൊ ഇവിടെ കൊണ്ടുവന്ന് നിർത്തണം. നമ്മുടെ ഫ്രോക്കിന്റെ ഫുൾ സ്റ്റിച്ച് കഴിഞ്ഞു. ഞാൻ സൈഡൊക്കെ ഒന്ന് കൂട്ടിയെടുത്തു. ലൈനിങ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് നമുക്ക് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ലൈനിങ് വെക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, കിഡ്സിന് ഫ്രോക്ക് ചെയ്യുമ്പോൾ ലൈനിങ് വെക്കണം. വെച്ചില്ല എന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് നശിഞ്ഞു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെന്തുവാ, നിങ്ങൾ തയ്ക്കുമ്പോൾ ഇതുപോലെ ഒരെണ്ണം തയ്ച്ചിട്ട് ഡമ്മിയിലൊന്ന് ഇട്ട് വെച്ചേക്കാം വീട്ടില്. അപ്പോൾ വീട്ടില് കസ്റ്റമേഴ്സ് വരുമല്ലോ, ചുരിദാറും ബ്ലൗസും നൈറ്റിയൊക്കെ തയ്പ്പിക്കാൻ വേണ്ടിയൊക്കെ വരുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് കാണിച്ചു കൊടുക്കാം കേട്ടോ. അപ്പൊ നമുക്ക് നല്ലതുപോലെ വരുമാനം ഉണ്ടാക്കാൻ പറ്റിയതാണ്. അത്യാവശ്യം നല്ല പൈസയും കിട്ടും. നമ്മുടെ ഡ്രസ്സ് തയ്ക്കുന്ന പോലെ അല്ല, കുട്ടികളുടെ ഡ്രസ്സിനൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട്. നല്ല ഭംഗിയുള്ള തുണി ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് ഫ്രണ്ട് പാർട്ട്. സെയിം ബാക്ക് പാർട്ടും ഇങ്ങനെ തന്നെയാണ്. നമുക്ക് വേണമെങ്കിൽ ഇനി നല്ല ഭംഗിയൊക്കെ ഉള്ള ഒരു ബെൽറ്റ് ഒക്കെ ഉണ്ട്. പെൺകുട്ടികളുടെ ബെൽറ്റ് ഒക്കെ ഒന്ന് ആ ഒരു വേസ്റ്റിന്റെ ഭാഗത്ത് വെക്കുവാണെങ്കിൽ നല്ലൊരു വെസ്റ്റേൺ ലുക്കും കിട്ടും. എന്റെ കയ്യില് ഇതുപോലത്തെ വേറൊരു ഡ്രസ്സിന്റെ ബെൽറ്റ് ആണ് കേട്ടോ. അത് ഞാൻ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്തു. ഫ്രണ്ട് പാർട്ടിൽ നോക്കേ, ഇതുപോലെ ഇങ്ങനെ നമുക്ക് നമ്മുടെ ബോഡി ഫിറ്റിനനുസരിച്ചിട്ട് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് എടുക്കാം കേട്ടോ. നമുക്കപ്പോ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.